ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവും നവീനും കൂടി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നന്ദു നവീനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ നവീനേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, എന്ത് രസമായിരുന്നു ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട്. ഇത് കേട്ട് നവീന് വളരെയേറെ സന്തോഷം. നന്ദു ഒരു കാര്യം പറഞ്ഞല്ലേ നന്ദു, അപ്പോൾ പിന്നെ ആ രീതിയിൽ എനിക്ക് ചെയ്യണമല്ലോ. നന്ദു പറഞ്ഞു അനിയെ രക്ഷിക്കണമെന്ന്. ഞാൻ അതേപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ നന്ദു സമ്മതിച്ചു, എൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കായിരുന്നു സംശയങ്ങൾ മുഴുവനും, ഞാൻ അവൻ്റെ കാര്യത്തിൽ ഉഴപ്പ് കാണിക്കുകയാണോ എന്നൊക്കെ. ഇനി ഏതായാലും എല്ലാം തീർന്നു. അനിയും ഈ അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് എല്ലാം നടന്നല്ലോ. ഇനി നമ്മളുടെ കാര്യത്തിൽ എളുപ്പം ഒരു തീരുമാനം എടുക്കണം. ഇനി തീരുമാനം എടുക്കാനൊന്നുമില്ല, വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എൻ്റെ അമ്മയോട് സംസാരിക്കണം, അത് അനി വരണം. അനി വന്ന് നമ്മൾ രണ്ടുപേർക്കും നല്ല സപ്പോർട്ട് തന്നെ തരണം അല്ലേ നന്ദു. ഇത് കേട്ട നന്ദു ആണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ദൈവമേ, എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ അനിക്കൊരു പെണ്ണാലോചിക്കണം. അതെന്തിനാ? അത് വേണ്ടേ? ഏതായാലും ഡിവോഴ്സ് ആയില്ലേ, അവനിങ്ങനെ ഒറ്റക്ക് നിർത്താനായിട്ട് സാധിക്കോ? അവനൊരു ജീവിതം വേണ്ടേ? അവനൊരു പെണ്ണിനെ, നല്ലൊരു പെണ്ണിനെ അന്വേഷിച്ചിട്ട് അവൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം അല്ലേ നന്ദു. അത് പിന്നെ ഞാനൊന്നും പെണ്ണിനെ അന്വേഷിക്കാനില്ല നവീനേട്ടൻ തന്നെ പെണ്ണിനെ അന്വേഷിച്ചാൽ മതി, എനിക്കതിന് പറ്റുന്നില്ല. ശരി, ഞാൻ അന്വേഷിച്ചോളാം. ഞാൻ നല്ലൊരു പെണ്ണിനെ അന്വേഷിച്ചിട്ട് അനിയുടെയും ആ പെണ്ണിൻ്റെയും കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തി കൊടുത്തോളാം. എൻ്റെ കൂട്ടുകാരനല്ലേ, അവനൊരു നല്ലൊരു ജീവിതം വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പം നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ഇതെന്താണ് ഈ പറയുന്നത്? ഞാനാകെ പെട്ടുപോയൊരവസ്ഥയിലാണല്ലോ. അപ്പം നവീനായിട്ട് രണ്ടും കൽപ്പിച്ചാണല്ലേ. അപ്പം നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നന്ദു നീ എന്നോട് പറയില്ല, പക്ഷേ നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പൊന്നു മോളെ. നിന്നെ കിട്ടി ഞാൻ ശരിക്കും വട്ടം കറക്കിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് നവീനും ഇങ്ങനെ ചിന്തിക്കുക. അവരിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നതോ നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശന് ആകെ ടെൻഷൻ, ദൈവമേ കോടതിയുടെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ, അവർക്ക് ഡിവോഴ്സ് കിട്ടിയോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു, നവീനല്ലേ കേസ് വാദിക്കാനായിട്ട് പോയിരിക്കുന്നത്, ഒരു സംശയം വേണ്ട, നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് തന്നെ ചെയ്യും. ഈ ഒരു ഇത് അവസാനിച്ചിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടായിരുന്നേ. പക്ഷേ അതും കൂടാതെ ഇദ്ദേഹം പറയുന്നത് പോലെ നന്ദു അനിയെ പ്രണയിക്കുകയാണല്ലോ, രണ്ടുപേരും പരസ്പരം ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിനെ കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് വരുമോ? ഇതാണിപ്പോൾ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദർശവും നയനയും കൂടി എത്തുക. അപ്പോൾ അവരും കൂടി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അനിയെ മോനെ ഇത് കണ്ടില്ലല്ലോ, ഏതായെന്നൊരു പിടുത്തവുമില്ലല്ലോ. അപ്പോൾ അതേ വരുന്നടാ അനി. അപ്പോൾ അനി ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. മോനെ കാര്യങ്ങളെല്ലാം, ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചപ്പോഴേക്കും അവസാനം ആ ഒരു തലവേദന എന്നിൽ നിന്ന് അകന്നു പോയി എൻ്റെ മുത്തശ്ശ, ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടി എന്ന് പറയാം. ഇത് കേട്ട മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ നയനയ്ക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ ആദർശിൻ്റെ മുഖത്ത് മാത്രം വലിയ സന്തോഷമൊന്നും കാണിക്കുന്നില്ല. അനി ഇത് പറയുന്നുണ്ടെങ്കിലും അനിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഡിവോഴ്സ് കിട്ടിയല്ലോ, ഈ ഒരു ഇതിനു വേണ്ടിയല്ല നീ ഇത്രയും നാൾ കാത്തിരുന്നത്, എന്നിട്ട് നിനക്ക് എന്താ ഒരു മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത്? ഒന്നുമില്ല മുത്തശ്ശി, അതൊക്കെ മുത്തശ്ശിക്ക് വെറും തോന്നിയതാ. ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നത്, വലിയൊരു തലവേദനയല്ലേ എന്നിൽ നിന്ന് അകന്നു പോയത്, ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. അല്ല, മോൻ പറയുന്നുണ്ടായിരുന്നല്ലോ നവീൻ മോൻ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കില്ല എങ്ങനെന്നൊക്കെ. ഇപ്പം കണ്ടില്ലേ, അവൻ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചില്ലേ, നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടിയില്ലേ. അതേ മുത്തശ്ശ, ഞാൻ അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, അതെൻ്റെ തെറ്റ്. പക്ഷേ എനിക്ക് സന്തോഷമായി, വളരെയേറെ സന്തോഷമായി, അവൻ ആത്മാർത്ഥത കാണിച്ചു എന്ന് പറയുകയാണ്. എനിക്ക് ഏട്ടത്തിയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, ഏട്ടത്തി ഒന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ നേരെ എൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ആദർശിനോട് മുത്തശ്ശൻ പറയണം, എടാ അവൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലാതെ ഞാനത് ശ്രദ്ധിച്ചു, ഡിവോഴ്സ് കിട്ടിയെങ്കിലും പക്ഷെ വലിയൊരു തലവേദന ഇരിക്കുകയാണല്ലോ. ഇവിടെ ഇഷ്ടം നവീനും അനിക്കും ഈ നന്ദുവിന് ഇഷ്ടമാണ്, ഇതിലിപ്പോൾ ആരെ സെലക്ട് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണല്ലോ ഇപ്പോൾ. മോനെ എന്തായാലും എനിക്ക് രണ്ടുപേരെയും മാറ്റി നിർത്താനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇവിടെ പറയുകയാണ്.
അങ്ങനെ നമ്മുടെ നയനയോട് ഈ അനി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏട്ടത്തി ഇപ്പൊ കണ്ടല്ലോ, എൻ്റെ ഡിവോഴ്സ് നടന്നു, പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല ഏട്ടത്തി. കാരണം നന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ്. നന്ദുവിൻ്റെയും നവീൻ്റെയും ആ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ കല്യാണം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എല്ലാവരും. പക്ഷേ എനിക്കതിന് സാധിക്കോ ഏട്ടത്തി? നന്ദുവിനെയാണ് എനിക്കിഷ്ടമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന പറയുകയാണ്, അനി നിന്റെ മനസ്സെനിക്ക് വായിക്കാനായിട്ട് കഴിയും എന്ന് വിചാരിച്ച് നവീനെ മാറ്റി ഇതാക്കാനും പറ്റില്ല. കാരണം നിനക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം ശരിക്കറിയാലോ. അവരെങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാലോ. നിന്നെ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് പോലും മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും നന്ദുവിനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ ദേ ഇപ്പോൾ വന്നിരിക്കുന്നു നവീൻ്റെ ആലോചന. അപ്പം അങ്ങനെ ആലോചന വരുമ്പോൾ അവർ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കോ? നിന്നായിട്ടുള്ള ആലോചന അവർ പരമാവധി ഒഴിവാക്കാനേ നോക്കുള്ളൂ. നവീനായിട്ട് എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ കല്യാണം നടത്താനായിട്ട് അച്ഛനും അമ്മയും ചിന്തിക്കുള്ളൂ. ഇത് കേട്ട അനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുക. അപ്പം അനി പറയാ, ഏട്ടത്തി ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കണം. നന്ദുവിനെയും എന്നെയും ഒന്നിപ്പിക്കാൻ വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നും പറയാണ്. അതിന് ഞങ്ങൾക്ക് അത് തന്നെയാണ് താല്പര്യം. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് തന്നെ താല്പര്യം. പക്ഷെ നവീൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ ഒരു ചീത്തക്കുട്ടിയല്ല, ചീത്ത ക്യാരക്ടറും അല്ല, നല്ല ക്യാരക്ടർ തന്നെയാണ്, നല്ല ആത്മാർത്ഥതയുള്ള ആൾ തന്നെയാണ് നവീനും. അപ്പം നവീനെയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പിന്നെ നന്ദു വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിരിക്കും, അവളെല്ലായിടത്തും നല്ല തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യും. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ അവൾ പഞ്ചപുച്ഛ മടക്കി നിൽക്കുകയുള്ളൂ. അവർ പറയുന്നത് എന്താണോ അതനുസരിക്കും. ഞാനും നന്ദുവൊക്കെ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. അച്ഛൻ ഒന്ന് രണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അച്ഛനെ എതിർക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അച്ഛൻ എന്താ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി ഇപ്പം എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നന്ദുവിൻ്റെ മനസ്സ് മാറുമെന്നും അറിയാൻ പറ്റില്ല. കാരണം നന്ദുവിനൊരിക്കലും നവീനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഇപ്പോഴേ നിൻ്റെ ഡിവോഴ്സ് പോലും നവീൻ്റെ ഔദാര്യമാണ്. അതൊന്നും നീ ചിന്തിക്കണം. അതെനിക്കറിയാം. അതിനുള്ള കടപ്പാട് എനിക്ക് മാറില്ലെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കണം. എന്തായാലും വരുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ നന്ദുവും ഒരു പെണ്ണാണല്ലോ, അവൾക്കും ഇപ്പോൾ കിട്ടാൻ പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരനെ തന്നെയാണ്. അപ്പോൾ അവളെ ഏത് ചൂസ് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ നയന മാക്സിമം കാര്യങ്ങളെല്ലാം നവീനോട് ഇങ്ങനെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജലജയാണ്. അപ്പം ജലജ പുതിയ മുഖത്തോടും പുതിയ ഭാവത്തോടും കൂടി തന്നെയാണ് ജലജ അനന്തപുരിയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ജലജ കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ അവന്തിക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മോളെ നീ അറിഞ്ഞോ, ദേ എനിക്ക് ഡിവോഴ്സ് കിട്ടി, സന്തോഷിക്കല്ലേ വേണ്ടത്. അതിന് നമ്മളെന്തിനാ അമ്മയെ സന്തോഷിക്കുന്നത്? എൻ്റെ കാര്യം വല്ലതും ഉണ്ട്. അവന് ഡിവോഴ്സ് കിട്ടിയെങ്കിൽ നല്ല കാര്യം, അതിന് നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. എടി അതിനല്ലേ സന്തോഷിക്കേണ്ടത് മോളെ. കാരണം ഈ ഒരു ഡിവോഴ്സ് കഴിയാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ കാത്തിരുന്നത്. ഈ കല്യാണം നിൻ്റെയും അനിയുടെയും കല്യാണം നടത്താൻ വേണ്ടി. ഇനി നമുക്ക് ഏതായാലും അച്ഛനോടൊന്ന് സംസാരിക്കണം. അമ്മ അത് നടക്കുമോ? അനിയേട്ടനാണെങ്കിൽ എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ ഈ കല്യാണം വല്ലതും നടക്കുമോ അമ്മയെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണമൊക്കെ നടക്കും. അത് നമ്മൾ നടത്തി അങ്ങോട്ട് എടുക്കും. അല്ലാതെ ഇത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ പറയുകയാണ്. നമുക്ക് ഏതായാലും അച്ഛനോടൊന്ന് പോയി സംസാരിക്കാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ് ഈ ജലജ. അച്ഛാ ഏതായാലും എനിക്ക് ഡിവോഴ്സൊക്കെ കിട്ടിയല്ലോ അച്ഛാ, ഇനി എത്രയും പെട്ടെന്ന് ആ കല്യാണം അങ്ങോട്ട് നടത്തണോ അച്ഛാ? ഏത് കല്യാണം? എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏത് കല്യാണമെന്നോ? അവന്തിയുടെയും അനിയുടെയും കല്യാണം നിശ്ചയം വരെ നടത്താനായിട്ട് പോയതല്ലേ. ആ സമയത്ത് എനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ടല്ലേ അത് മുടങ്ങിപ്പോയത്. അപ്പോൾ പിന്നെ ഇത് എത്രയും പെട്ടെന്ന് നടത്തണ്ടേ? ഇപ്പോൾ ഡിവോഴ്സ് കിട്ടിയില്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, തടസ്സങ്ങളെല്ലാം മാറിയില്ലേ, എത്രയും പെട്ടെന്ന് ഈ ഒരു നിശ്ചയം നടത്തണ്ടേ അച്ഛാന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല ജലജയെ. കാരണം അവന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞല്ലേ അവന് ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത് അച്ഛാ? ഇങ്ങനെയൊന്നും പറയരുത് അച്ഛാ. ദേ ജലജെ, എനിക്ക് കൊച്ചുമക്കളെല്ലാവരും ഒരേപോലെ തന്നെയാണ്. എനിക്ക് അവരെ വേർതിരിച്ച് കാണാനൊന്നും പറ്റില്ല. എൻ്റെ അച്ഛാ, എൻ്റെ മോള് ആകെ വിഷമിച്ച് നിന്നൊരവസ്ഥയായിരുന്നു അത്. ആ നിശ്ചയം മുടങ്ങിപ്പോയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു നിശ്ചയത്തിന് ഒരുങ്ങി അത് ഇങ്ങനെ മുടങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണോ അച്ഛാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജലജെ, കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അവന്തിക മോളാണെങ്കിലും അനിയാണെങ്കിലും പിന്നെ അത് കൂടാതെ നവീനും
ഇവരെല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജ ആകെ കാലി തുള്ളിയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ജലജ നേരെ ഈ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നയനയുടെ അടുത്ത് ചെന്ന് എനിക്ക് സമാധാനമായല്ലോടി എന്ന് ചോദിച്ചുകൊണ്ട്, എന്ത് സമാധാനമായെന്ന്? അല്ല, നീ വിചാരിച്ചതുപോലെ തന്നെ അതെ അനിയുടെയൊക്കെ നിശ്ചയം, അനിയുടെ ആ ഡിവോഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിന്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം അല്ലേ? നിന്റെ അനിയത്തിയെയും അനിയെയും ഒന്നിപ്പിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തേ അപ്പച്ചി അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എടി നീ ചിന്തിച്ചിട്ടില്ലെന്നോ? അന്ന് ആ നിശ്ചയ സമയത്ത് നിന്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ അവിടെ പറഞ്ഞത് എന്താടി? എൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളല്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാടി. രണ്ട് മക്കളെയും ദേ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി മൂന്നാമത്തെ ആളെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടണം. അതിനു വേണ്ടി അല്ലേടി മനഃപൂർവ്വം കല്യാണം നിശ്ചയമൊക്കെ മുടക്കാൻ വേണ്ടി അവരിങ്ങോട്ട് കയറി വന്നത്. ദേ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു തെറ്റും ഇവിടെ ആവർത്തിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നീ ആ സമയത്ത് പറഞ്ഞത് നന്ദുവിനും അനിക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം നീ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞെന്താ? അതെ, ഞാൻ പറഞ്ഞു അത്രയ്ക്കും അനാവശ്യമായ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്കും ശരിക്കും കൊള്ളും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവന്തിക വരികയാണ്. അപ്പോൾ അവന്തികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന്തികയെ നിന്റെ അമ്മയോട് വായടക്കി മിണ്ടാതിരിക്കാനായിട്ട് പറയണം. അനാവശ്യമായ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിൽക്കരുത്. നിന്റെയും അനിയുടെയും കല്യാണം നടക്കാത്തതിൽ ഞാനല്ല ഉത്തരവാദി. അനി പല പ്രാവശ്യം പലരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് നിന്നെ അവന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നിന്നൊരു പെങ്ങളെ പോലെയാണ് കാണുന്നതെന്ന്. അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടമുള്ള പെണ്ണിനെ വരെ അവൻ പറഞ്ഞു. അപ്പം പിന്നെ എൻ്റെ ഇതിൽ ഞാനോ എൻ്റെ കുടുംബക്കാരോ ഒരിതിലും ഇല്ല. അനിയാണ് അനിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടി ഇതൊക്കെയായിരുന്നില്ലേ നിൻ്റെ മനസ്സിലിരിപ്പ്? ഇങ്ങനെയായിരുന്നു നിൻ്റെ മനസ്സിലിരിപ്പ്. ഞങ്ങൾക്ക് അറിയാം, അത് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, നിൻ്റെ ചേച്ചി, അവള് ഞങ്ങളുടെ എല്ലാം ശത്രുവായ ആ നാഗേന്ദ്രന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നീയൊക്കെ കുടുംബത്തിൽ കയറിയതേ കുടുംബം തകർക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനെ വിട്ടുകൊടുക്കോ? അപ്പം നയനയാണെങ്കിൽ അയാളെക്കാലം വിഷവിത്താണ് നിങ്ങൾ എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ചില കഥകളൊക്കെ എനിക്കും അറിയാം അപ്പച്ചി എന്ന് ചോദിക്കുമ്പോൾ, കഥകളോ? എന്ത് കഥകളാണ് നിനക്ക് അറിഞ്ഞത് എന്നിങ്ങനെ ജലജ ചോദിക്കാം. ജലജ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മക്കൾ 2 അല്ല 3 എന്ന് പറയാം. ഇത് കേട്ട ജലജ ആകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥയിലായി പോവാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.